നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമവിഷയത്തെക്കുറിച്ചാണ്. എന്താണ് FIR എന്ന വിഷയമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാൽ എന്താണ്? പലർക്കും ഒരു തെറ്റിദ്ധാരണയുള്ളത് പോലീസിൽ പരാതി നൽകിയാൽ അതുതന്നെയാണ് FIR എന്നുള്ളതാണ്. നമ്മളിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണ അല്ല ഒരു വിശ്വാസമുള്ളത് പോലീസിൽ നാം നൽകുന്ന ഒരു പരാതിയാണ് FIR എന്നാണ്. യഥാർത്ഥത്തിൽ എല്ലാ പരാതികളും FIR അല്ല. എന്താണ് FIR? FIR രജിസ്റ്റർ ചെയ്യുന്നത് ആരാണ്? ഏതു കേസുകളിൽ FIR ആവശ്യമില്ല? FIR രജിസ്റ്റർ ചെയ്യുവാൻ പോലീസ് വിസമ്മതിച്ചാൽ നാം എന്തു ചെയ്യണം? സീറോ FIR എന്നാൽ എന്താണ്? ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കാനാകുമോ? തുടങ്ങിയ വിഷയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. FIR എന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് പോലീസിന് ലഭിക്കുന്ന ആദ്യത്തെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന രേഖയാണ് FIR. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു കുറ്റം സംഭവിച്ചതായി വിവരം ലഭിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന രേഖയാണ് FIR. പുതിയതായി നിലവിൽ വന്ന നമ്മുടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ BNSSലെ 173 വകുപ്പ് പ്രകാരമാണ് എങ്ങനെയാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. FIR എന്ന് പറയുന്ന രേഖ കേസന്വേഷണത്തിൻ്റെ തുടക്കം മാത്രമാണെന്നറിയുക. FIR എന്ന് പറയുന്ന രേഖ കേസന്വേഷണത്തിൻ്റെ തുടക്കം മാത്രമാണ്. അത് അന്തിമ വിധിയല്ല. കുറ്റം തെളിയിക്കുന്നത് കോടതിയിലാണ്. FIRൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. പരാതി നൽകിയ വ്യക്തിയുടെ പേര് FIRൽ ഉണ്ടാകും. സംഭവത്തിൻ്റെ തീയതിയും സമയവും FIRൽ വ്യക്തമാക്കിയിട്ടുണ്ടാവും. ഏതെങ്കിലും കുറ്റകരമായ സംഭവം നടന്നതിൻ്റെ തീയതിയും സമയവും FIRൽ നമുക്ക് കാണുവാൻ കഴിയും. സംഭവം നടന്ന സ്ഥലം കൃത്യമായും വ്യക്തമായും FIRൽ ഉണ്ടാകും. സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അറിയാമെങ്കിൽ പ്രതിയെക്കുറിച്ചുള്ള വിവരം കൂടി FIRൽ ഉണ്ടാകും. ആരെങ്കിലും സാക്ഷികളായിട്ടുണ്ടെങ്കിൽ ആ സാക്ഷികളെക്കുറിച്ചുള്ള വിവരവും FIRൽ ഉണ്ടാകും. FIRൽ സാധാരണ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടാവുക എന്ന് നാം നോക്കിയാൽ പരാതി നൽകിയ വ്യക്തിയുടെ പേരുണ്ടാകും. സംഭവത്തിൻ്റെ തീയതിയും സമയവും സംഭവം നടന്ന സ്ഥലവും വ്യക്തമാക്കിയിട്ടുണ്ടാകും. സംഭവത്തിൻ്റെ വിശദാംശങ്ങളുണ്ടാകും. അറിയാമെങ്കിൽ പ്രതിയെക്കുറിച്ചുള്ള വിവരമുണ്ടാകും. ദൃക്സാക്ഷികളുണ്ടെങ്കിൽ സാക്ഷികളെക്കുറിച്ചുള്ള വിവരവും ഉണ്ടാകും. FIR എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് പരിശോധിക്കാം. കുറ്റം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകാം. കുറ്റം നടന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ കുറ്റത്തെക്കുറിച്ചുള്ള വിവരം നൽകാം. സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമായി പറയണം. ആ വിവരം നൽകുന്ന വ്യക്തി ഒരു കുറ്റത്തെക്കുറിച്ചുള്ള ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമായി പോലീസിനെ ധരിപ്പിക്കണം. അപ്രകാരം നാം നൽകുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തയ്യാറാക്കുന്ന FIR വായിച്ച ശേഷം ശരിയാണെന്ന് ഉറപ്പാക്കി അതിൽ ഒപ്പിടണം. FIRൻ്റെ ഒരു സൗജന്യ പകർപ്പ് പരാതിക്കാരന് ലഭിക്കാനുള്ള അവകാശമുണ്ട്. FIR രജിസ്റ്റർ ചെയ്യുവാൻ വിവരം നൽകുമ്പോൾ ആ വിവരം നൽകുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി അറിയാം. തെറ്റായ വിവരങ്ങൾ പോലീസിന് നൽകാതിരിക്കുക. സംഭവിച്ച കാര്യങ്ങൾ മാത്രം വ്യക്തമായി പറയുക. തീയതി, സമയം, സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ കഴിയുന്നത്ര കൃത്യമായി നൽകുക. സംഭവം നടന്ന തീയതി, സമയം, സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ പോലീസിനോട് കൃത്യമായി പറയുക. ലഭ്യമായ തെളിവുകൾ സംരക്ഷിക്കുക. എല്ലാ പരാതികളും FIR ആകണമെന്നില്ല. നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നാം നൽകുന്ന എല്ലാ പരാതികളും FIR ആകണമെന്നില്ല. ഒരു കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വിവരം പോലീസ് നിയമപ്രകാരം എപ്പോഴാണോ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോഴാണ് ആ പരാതിയിൽ ഒരു FIR ഉണ്ടാകുന്നത്. അതായത് ഓരോ പരാതിയും നിയമപരമായി FIR രജിസ്റ്റർ ചെയ്യേണ്ട വിഭാഗത്തിൽ വരണമെന്നില്ല.
നാം നൽകുന്ന ഓരോ പരാതിയും നിയമപരമായി FIR രജിസ്റ്റർ ചെയ്യേണ്ട പരാതിയാകണമെന്നില്ല. ചില വിഷയങ്ങളിൽ ആദ്യം പ്രാഥമിക പരിശോധന നടത്തുകയോ ബാധകമായ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരാൾ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകി FIR രജിസ്റ്റർ ചെയ്തു എന്നതുകൊണ്ട് മാത്രം പോലീസ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന നിഗമനത്തിൽ എത്താൻ കഴിയില്ല. FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി നാം നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം പോലീസ് ആ കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കും, തെളിവുകൾ ശേഖരിക്കും, സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തും, ആവശ്യമായാൽ നിയമപ്രകാരം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ഇനി പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചാൽ നമുക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുക? വിസമ്മതത്തിൻ്റെ കാരണം ചോദിക്കുക. എന്തുകൊണ്ടാണ് പോലീസ് കേസ് എടുക്കാത്തത് എന്ന് നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്യാതെ റഫർ നോട്ടീസ് തരികയോ അല്ലെങ്കിൽ പെറ്റീഷൻ ക്ലോസ് എന്ന രീതിയിൽ പരാതി അവസാനിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പരാതിക്കാരന് പോലീസ് FIR രജിസ്റ്റർ ചെയ്യാതെ നമ്മുടെ പരാതിയിൽ റഫർ നോട്ടീസ് തരികയോ അല്ലെങ്കിൽ പെറ്റീഷൻ ക്ലോസ് എന്ന രീതിയിൽ പരാതി അവസാനിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു പരാതിക്കാരന് ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് രേഖാമൂലം പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്. അതിലും നടപടി ഉണ്ടായില്ലെങ്കിൽ അപ്രകാരം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്ന പരാതിയിലും ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എങ്കിൽ, തൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ലെങ്കിൽ അധികാരമുള്ള ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ BNSSൻ്റെ 175 വകുപ്പനുസരിച്ച് അപേക്ഷ സമർപ്പിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകാവുന്നതാണ്. റഫർ നോട്ടീസിൻ്റെ പകർപ്പും ആദ്യ പരാതിയുടെ പകർപ്പും ലഭ്യമായ തെളിവുകൾ എന്നിവ കോടതിയെ സമീപിക്കുമ്പോൾ ആവശ്യമാണ് എന്ന കാര്യം ഓർമ്മയിലുണ്ടാവണം. എന്താണ് സീറോ FIR എന്നുകൂടി അറിയുന്നത് നല്ലതാണ്. ഒരു കുറ്റകൃത്യം മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നാലും ഒരു കുറ്റകൃത്യം മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നാലും നിങ്ങൾ ആദ്യം സമീപിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി സ്വീകരിച്ച് FIR രജിസ്റ്റർ ചെയ്യാം. ഇതാണ് സീറോ FIR എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു കുറ്റകൃത്യം മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നാലും ഒരു കുറ്റകൃത്യം മറ്റേതെങ്കിലും പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നാലും നിങ്ങൾ ആദ്യം സമീപിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ തന്നെ നിങ്ങളുടെ പരാതി സ്വീകരിച്ച് ആ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതാണ് സീറോ FIR എന്ന് പറയുന്നത്. പിന്നീട് രജിസ്റ്റർ ചെയ്ത FIR ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇത് സ്ത്രീകൾക്കും അപകട സാഹചര്യത്തിലുമുള്ള പരാതിക്കാർക്ക് ഏറെ ഗുണകരമാണ്. ആർക്കൊക്കെയാണ് പരാതി നൽകുവാൻ കഴിയുന്നത്? ഒരു FIR രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി, ഒരു കേസ് രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി ആർക്കൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുവാൻ കഴിയുന്നത് എന്നതുകൂടി നമുക്കറിയാം. നമുക്ക് പരിശോധിക്കാം. കുറ്റകൃത്യത്തിലെ ഇരയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം. സംഭവം നേരിട്ട് കണ്ട ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാം. വിശ്വസനീയമായ വിവരം ലഭിച്ച മറ്റൊരാൾക്ക് ഇരകൾക്ക് വേണ്ടി പരാതി നൽകാവുന്നതാണ്. പോലീസിന് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും ഉടൻ അന്വേഷണം ആരംഭിക്കുവാനും കഴിയുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള ആദ്യ വിവരം പോലീസിന് ലഭിക്കുമ്പോഴാണ് FIR രേഖപ്പെടുത്തുന്നത്, FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഉദാഹരണങ്ങൾ: കൊലപാതകം, ബലാത്സംഗം, കവർച്ച, മോഷണക്കേസുകൾ, ആസിഡ് ആക്രമണം, കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരമാണ്, ഒരു പരാതിയാണ് പോലീസിന് ലഭിക്കുന്നതെങ്കിൽ പോലീസ് ആദ്യ വിവരം ലഭിച്ച ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നതാണ്. രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കാനാകുമോ എന്നതുകൂടി പരിശോധിക്കാം. രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കാനാകുമോ എന്നതുകൂടി പരിശോധിക്കാം. FIR ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ അത് റദ്ദ് ചെയ്യുവാൻ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നിയമപരമായി അവകാശമുണ്ട്. FIR രജിസ്റ്റർ ചെയ്താൽ ചില സാഹചര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നിയമപരമായി FIR
റദ്ദാക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ FIRനെ കുറിച്ച് നാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. നിയമത്തെക്കുറിച്ചുള്ള അറിവ് ഓരോ പൗരൻ്റെയും ശക്തിയാണ്. FIR എന്നത് ഒരു സാധാരണ രേഖ മാത്രമല്ല, നീതി തേടുന്നതിനുള്ള ആദ്യ പടി കൂടിയാണ് എന്ന് നാം അറിഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുകയും നിയമബോധവൽക്കരണത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി.